പെന്തക്കോസ്തുകാർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഉള്ളൊരു പ്രസംഗം ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ബൈബിൾ ആദ്യോടന്തം നാം പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ലോകത്തുള്ള സകലത്തിനെയും അടക്കി ഭരിക്കുവാനാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ആ ആധിപത്യ ശക്തി, ദൈവം കൊടുത്ത ആധിപത്യ ശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഉന്നത ശ്രേണിയിൽ അവർ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അബ്രഹാമിനെ നാം ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം വലിയ ധനാഢ്യനായി തീർന്നുവെന്ന് കാണുന്നുണ്ട്. ജോസഫ് ഫറവോൻ്റെ മന്ത്രിയായി തീർന്നതായിട്ട് കാണുന്നുണ്ട് ഈജിപ്തിലെ. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ 40 വർഷം താമസിച്ചു, ഫറവോൻ്റെ മകനെ പോലെ തന്നെ. ജോബ് വളരെ ധനാഢ്യനായ മനുഷ്യനായിരുന്നു, അറിയപ്പെടുന്ന മനുഷ്യനായിരുന്നു. ഇസ്രായേലിലെ രാജാക്കന്മാരെല്ലാം തന്നെ ദൈവമക്കളായിരുന്നു. മിക്കവാറും എല്ലാ രാജാക്കന്മാരും ദൈവത്തെ സേവിക്കുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. ദാവീദ് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് രാജാവായി തീർന്നു. ദാവീദ് എഴുതിയ എത്രയോ സങ്കീർത്തനങ്ങളാണ് നാം വായിക്കുന്നത്. അപ്പോൾ തന്നെ താൻ രാജാവാണ്, ദൈവത്തിലായിരിക്കുമ്പോൾ തന്നെ. ദാവീദിൻ്റെ മകൻ സോളമൻ ആദ്യകാലങ്ങളിൽ താൻ ദൈവത്തിൻ്റെ മകനായിരുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം തനിക്ക് ജ്ഞാനം കൊടുത്തത്. ജ്ഞാനത്തോടുകൂടെ താൻ ചോദിച്ച ജ്ഞാനം കൊടുത്തു. മാത്രമല്ല അതിനോടുകൂടെ ധനവും മാനവും പുരാതന സമ്പത്തും തനിക്ക് കൊടുത്തു. അതുപോലെ തന്നെ നെഹമ്യാവ് നമുക്ക് ബാബിലോണിലെ പ്രവാസത്തിൽ അവിടുത്തെ രാജാക്കന്മാരുടെ അടുത്ത ആളായി പ്രവർത്തിച്ചവരാണ്. ദാനിയേൽ ബാബിലോൺ സാമ്രാജ്യത്തിലെ നെബൂഖദ്നേസറിൻ്റെയൊക്കെ അടുത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയെ പോലെ പ്രവർത്തിച്ച വ്യക്തിയാണ്. ചന്ദ്രക്ക് മേശയ്ക്ക് അഭേന്ദ്രകവും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എവിടെ ചെന്നാലും ദൈവത്താൽ ഉയർത്തപ്പെടും എന്നുള്ളതിന് വളരെ വ്യക്തമായ, മാത്രമല്ല രാഷ്ട്രീയം, ഇവൻ രാജ്യങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച രാജാക്കന്മാർ പോലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് വിളിച്ച ശിഷ്യന്മാരെല്ലാം തന്നെ മുക്കുവന്മാരും പാവപ്പെട്ടവരുമായിരുന്നെങ്കിലും ശൗലിനെ കുറിച്ച് എടുക്കുമ്പോൾ ശൗലൊരു വലിയ ധനാഢ്യനായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ അവിടെ പണമുള്ളവർ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അവരുടെ പണമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് വീതിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി അപ്പോസ്തലന്മാരുടെ കാലത്ത് കൊണ്ട് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ പണക്കാരും സഭയിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പണമില്ലാത്ത വിശ്വാസികൾ, പാവപ്പെട്ടതായ വിശ്വാസികളെ പരിഗണിക്കണമെന്ന് അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭയ്ക്ക് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബർന്നബാസിനും പൗലോസിനും യെരുശലേമിലെ അപ്പോസ്തലന്മാർ പ്രത്യേക നിർദ്ദേശം കൊടുത്തതായിട്ട് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് ഓൺലി ദേ വുഡ് ദാറ്റ് വി ഷുഡ് റിമെമ്പർ ദ പുവർ ദ സെയിം വിച്ച് ഐ ഓൾസോ വാസ് ഡെലിജൻറ്റ് ടു ഡു. പാവപ്പെട്ടവരെ ഓർക്കണമെന്ന്, പണമില്ലാത്തവരെ, ആവശ്യമുള്ള വിശ്വാസികളെ ഓർക്കണമെന്ന് മാത്രം യെരുശലേമിലെ സഭ ഞങ്ങളെ പ്രബോധിപ്പിച്ചു പറഞ്ഞ് ഞങ്ങൾ ചെയ്തുമിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് വിശ്വാസികളെ നാം എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കുന്നില്ല. ആത്മീയമായിട്ട് അവർ വളരണമെന്ന്, ക്രിസ്തുവിൻ്റെ തലയോളം വളർച്ച പ്രാപിക്കണമെന്നുള്ള പ്രസംഗങ്ങൾ നമ്മൾ ഈ പാസ്റ്റർമാരിൽ നിന്ന് കേൾക്കാറില്ല. അവരെ വളർത്തിയെടുക്കാനുള്ള ആഗ്രഹം അവർക്കില്ല. പണ്ടുള്ള കാലങ്ങളിലൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ആദ്യ കാലങ്ങളിൽ പ്രവർത്തിച്ച സമയത്ത് അവർക്ക് പണമൊന്നുമില്ലായിരുന്നു, നല്ല വീടില്ലായിരുന്നു, നല്ല ഭക്ഷണമില്ലായിരുന്നു. അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അന്ന് വിശ്വാസികളും പാസ്റ്റർമാരും അതുപോലെ തന്നെ മറ്റുള്ള സഭകളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഈവൻ നമ്മുടെ പാസ്റ്റർമാരെല്ലാം, ഈ സഭയുടെ നേതാക്കന്മാരായിരുന്ന പാസ്റ്റർമാർ തന്നെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നവരായിരുന്നു, എല്ലാവരെയും ഒരുപോലെ കാണുന്നവരായിരുന്നു, എല്ലാവരെയും ഒരുപോലെ കരുതണമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു. കാരണം അവർ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി ഇറങ്ങിയവരാണ്. വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്വത്തുക്കളൊന്നും കൊടുക്കാതെ അവരെ ഇറക്കി വിട്ട് വഴിയോരങ്ങളിലും കവലകളിലും വചനം പ്രസംഗിച്ച് അനേക പാവപ്പെട്ട കുടിലുകളിലും പണമുള്ളവരുടെ വീടുകളിലൊന്നും അന്നുള്ള ക്രൈസ്തവരായിരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ യാക്കോബ, മർത്തോമ, CSI, അതുപോലെ തന്നെ ഈ പാരമ്പര്യ ക്രിസ്ത്യാനികളൊന്നും ഈ ദൈവദാസന്മാരെ അവിടെ പാർപ്പിച്ചിരുന്നില്ല. അവരൊക്കെ പിന്നെ പാർത്തിരുന്നതൊക്കെ പാവപ്പെട്ടവരുടെ വീടുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് സ്നേഹത്തിൻ്റെ ഒരു ആഴം അവർക്കറിയാമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കണമെന്നും എല്ലാവരെയും കരുതണമെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. അന്ന് കണ്ണുനീരിൻ്റെ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇന്നുള്ള തലമുറ, പെന്തക്കോസ് തലമുറ, വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നത്. വീണ്ടും സഭയ്ക്ക് പാളിച്ച സംഭവിച്ചത് ആദിമ നൂറ്റാണ്ടിൽ കടന്നു വന്ന വിശ്വാസികൾ പാരമ്പര്യ സഭകളിൽ നിന്നും രക്ഷിക്കപ്പെട്ട് കടന്നു വരുന്ന ഉപദ്രവമേറ്റ് കഷ്ടമനുഭവിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. അവർ പല വടക്കേണ്ടിലും മറ്റുമൊക്കെ പോയി കർത്താവിൻ്റെ വേല ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ്. അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേല ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണം സമ്പാദിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നവരായിരുന്നില്ല. എന്നാൽ അവർ കഷ്ടപ്പെട്ടതും അവർ കണ്ണുനീരൊഴുക്കിയതിൻ്റെ ഫലമായിട്ട് അവരുടെ സന്താനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിൻ്റെ വചനം പറയുന്ന 1000 തലമുറ വരെ അനുഗ്രഹമെന്ന്. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു വന്നപ്പോൾ പണം സഭയിലേക്ക് വരാൻ തുടങ്ങി, ജീവിത നിലവാരം മെച്ചപ്പെടാൻ തുടങ്ങി, വീടുകളായി, കാറായി, വിദേശ ജോലികളായി, വിദ്യാഭ്യാസമായി. അങ്ങനെ വന്നപ്പോഴാണ് മനുഷ്യൻ പണത്തോടുള്ള ആഗ്രഹം വർദ്ധിച്ചു. പണ്ടുള്ള ദൈവദാസന്മാരും വിശ്വാസികളും സഹായം ചെയ്യുന്നതിലും മറ്റുള്ളവരെ കരുതുന്നതിലും പാസ്റ്റർമാരെ കരുതുന്നതിലുമൊക്കെ വളരെ ഉത്സുകരായിരുന്നു. അന്യോന്യം കൊടുക്കുന്നതിൽ ആദിമ നൂറ്റാണ്ടിൽ സഭയെപ്പോലെ ചെയ്തവരാണ്. പക്ഷേ പണം വന്നപ്പോൾ, നല്ല വീടുണ്ടായി കഴിഞ്ഞപ്പോൾ, കാറുണ്ടായി കഴിഞ്ഞപ്പോൾ, വിദേശത്ത് ജോലിയായി കഴിഞ്ഞപ്പോൾ മനുഷ്യർ ആത്മീയമായ നിലവാരം കുറയുകയും ഭൗതികമായ നിലവാരം മെച്ചപ്പെടുകയും ചെയ്യാനിടയായിത്തീർന്നു. അപ്പോൾ ബൈബിൾ കോളേജുകളായി. പണ്ട് നല്ല ബൈബിൾ കോളേജുകളൊന്നുമില്ല. നല്ല ബൈബിൾ കോളേജുകളായി. ഡിഗ്രി പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികളായി. തിയോളജിക്കൽ സെമിനാരികളായി. ഇങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അറിവിൻ്റെ മേഖലകളിലും അവർ പ്രബുദ്ധരായിത്തീർന്നു. അങ്ങനെ പ്രബുദ്ധരായിത്തീർന്നപ്പോൾ ദൈവികമായ സ്വഭാവം അവർ നഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ അറിവിൻ്റെ ജ്ഞാനമാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇന്നുള്ള പാസ്റ്റർമാർ അവർ വിശ്വാസികളെ വെറും ഒരു വരുമാന മാർഗമായി കണക്കാക്കി, എവിടെ വരുമാനം കൂടുതലുണ്ടോ അവിടെ ചേർന്ന് നിൽക്കാനുള്ളൊരു സംവിധാനം, ഒരു സ്വഭാവം
ഇന്നത്തെ വേലക്കാരിൽ, പണ്ടുള്ള വേലക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇന്നുള്ള വേലക്കാരിൽ അവരുടെ ഉള്ളിലുണ്ട്. എവിടെ കൂടുതൽ പണം ലഭിക്കുമോ, എവിടെ കൂടുതൽ പണമുള്ളവരുണ്ടോ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും അവരുടെ ഭവനം സന്ദർശിക്കുവാനും മാത്രം പറ്റുന്ന രീതിയിൽ അവർ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ബൈബിൾ കോളേജിൽ സെമിനാരികളൊന്നും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അവിടെ പഠിപ്പിക്കുന്ന കുറച്ച് വചനം ഇങ്ങനെ പഠിപ്പിച്ച് അവരെ ഇങ്ങനെ വചനത്തിൻ്റെ വാക്താക്കളാക്കി വിടുകയാണ്. പ്രാവർത്തികമായിട്ട് ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മനോഭാവമോ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതമോ പല പാസ്റ്റർമാർക്കും ഇല്ല. അവർ കാണുന്നത് എങ്ങനെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സഭ എനിക്കെങ്ങനെ ലഭിക്കും, പണം എവിടെയാണ് ഉള്ളത്, ആരെയും യാതൊരു രീതിയിലും മുറിപ്പെടുത്താത്ത പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരാണ് ഇന്ന് പകുതി മുക്കാലും ഉള്ളത്. കാരണം ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അതേ നടക്കുകയുള്ളൂ. കാരണം സഭയിലുള്ള വിശ്വാസികൾക്ക് പണമുണ്ട്, വിശ്വാസികൾക്ക് പണമുള്ളവരാണ് സഭയെ ഭരിക്കുന്നത്. ഇപ്പം വേലക്കാരെല്ലാം അത് നോക്കിയപ്പോൾ അവർക്കിപ്പോൾ ഇവരെ നന്നായില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കാര്യം നടന്നാൽ മതി, അപ്പം അവർക്ക് പറ്റിയ ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ച് ഇങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോവുക എന്നുള്ളതാണ്. അല്ലാതെ വിശ്വാസികൾ വളരണമെന്നോ ക്രിസ്തുവിനെ പോലെ വളരണമെന്നുള്ള പഠിപ്പിക്കലുകൾ സഭകളിലില്ല. ഇനി വിശ്വാസികൾ സമൂലമായി പരിവർത്തനം പ്രാപിക്കണം, അവർ വളരണം. ഇന്ന് നമ്മൾ സാമ്പത്തികമായുള്ള വളർച്ചയെ നമുക്കുണ്ടായിട്ടുള്ളൂ, ആത്മീയമായിട്ട് നമ്മൾ മുരടിച്ചു പോയി. പണ്ടുള്ള നമ്മുടെ ദൈവദാസന്മാർ, പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല. ഇന്ന് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എല്ലാം തന്നെ പ്രഹസനമാണ്, പകുതി മുക്കാലും പ്രഹസനമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ വളരെ വിരളമാണ്, പെന്തക്കോസ്തിൽ തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് ഓർക്കസ്ട്രയുണ്ട്, നല്ല കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനൊരു സംവിധാനത്തിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് അങ്ങനെ പണമുള്ളവരുടെ സഭകളെയൊക്കെ തന്നെ മാത്രം പണിയാനുള്ളൊരു പ്രവണത, ജാതീയ സഭകൾ പണിയുക. ഇപ്പോൾ നമുക്കെന്നറിയാം, ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ മാത്രം കൂടുന്ന ഒരു സഭയുണ്ട്, ചർച്ച് ഓഫ് ഗോഡ് സ്റ്റേറ്റ്. ഇനി പാവപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ ദളിതരായിട്ടുള്ളവരും പണ്ട് അടിമകളായി ജീവിച്ച വ്യക്തികൾ, നമുക്കറിയാം 1000 വർഷം അല്ലെങ്കിൽ 500 വർഷമൊക്കെ അടിമകളായി ജീവിച്ചവരുടെ ശോച്യാസ്ഥിതി നമുക്കറിയാം. അവർക്ക് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനും അങ്ങനെയുള്ള ഒരു ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ചേരമ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ പുലിയർന്ന് പറയും. അങ്ങനൊരു സമുദായത്തിൽപ്പെട്ട ആൾ എൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സ്ഥലത്തേക്ക് കടന്നു വന്ന് ഒരു ദൈവദാസനായി മാറിയ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ എല്ലാ അടിയടവുകളും ചെറുപ്പം മുതലേ പെന്തക്കോസ്ത് ജനിച്ച് വളർന്നുകൊണ്ട് എല്ലാ തരികടകളും ഈ പെന്തക്കോസ്ത് കോളങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പാസ്റ്റർമാർ പെരുമാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, ഓരോ ജാതീയ ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നുള്ളതിനെക്കുറിച്ച്. കാരണം അടിമകളായി ജീവിച്ച മനുഷ്യരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ 400 സംവത്സരം അടിമകളായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പോരായ്മയുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും, പറഞ്ഞാലൊന്നും അനുസരിക്കത്തില്ല, അവർക്ക് നല്ല ക്ലീൻനെസ് കാണത്തില്ല, അവർക്ക് ഒബീഡിയൻസ് ഇല്ല, റിബലിയസ് മനസ്ഥിതിയാണ്, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് മോശയെപ്പോലുള്ളൊരു നേതാവിനെ ദൈവം വാർത്തെടുക്കാനായിട്ട് 80 വർഷം എടുത്തത്. കാരണം ഈ അടിമകളെയെല്ലാം കൊണ്ടുപോകണ്ടേ. കാരണം ഇവരെല്ലാം റിബലിയസ് ആകുമ്പോഴും മോശ നെടുമ്പാടായി വീഴുക. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സ്വഭാവമുള്ളൊരു മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടി 80 വർഷം മോശ എടുത്ത്, അല്ലെങ്കിൽ മോശയ്ക്ക് ആ സ്വഭാവം ഉണ്ടാകത്തില്ല. നമ്മൾ വിചാരിക്കും എന്തിനാ മോശ 80 വർഷം ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നു. കാരണം ഈ അടിമയായിരിക്കുന്ന മനുഷ്യനെ കൊണ്ടുപോകണ്ടേ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിമകളായിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട്. പുലയർ, പറയർ, ഉള്ളാടർ, അരയർ, ആദിവാസികൾ അടിമകളായി ജീവിക്കുന്നവരാ. അവരെ കൂടെ നമ്മളെപ്പോലെ ആക്കി തീർക്കണമെന്നുള്ള ചിന്താഗതി പല പാസ്റ്റർമാർക്കും ഇല്ല. അത് ഇല്ലാതായി തീർന്നതിൻ്റെ കാരണം ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ പല ദൈവദാസന്മാർക്കും ഉണ്ടായിരുന്നു. അവർക്ക് അതേ വഴിയുള്ളൂ. കാരണം കൂടിയ ജാതിയിൽപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനികളൊന്നോ അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യമുള്ളവരൊന്നും ഇവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവരുടെ ഇടയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് അവരെല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കി. അവരെ അംഗീകരിക്കത്തില്ല. അപ്പം പിന്നെ അവർക്ക് അഭയസ്ഥാനം പാവപ്പെട്ടവരുടെ വീടുകളിലും കുടിലുകളിലൊക്കെ ആയിരുന്നു.
നമുക്കറിയാം, ഇന്ന് കുക്കു സാഹിബ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കേരളത്തിൽ വന്നപ്പോൾ അവിടെ കൂടിയ ജാതിപ്പെട്ട ക്രിസ്ത്യാനികളൊന്നും അവരെ സ്വീകരിച്ചില്ല. സുറിയാനി ക്രിസ്ത്യാനികളൊന്നും അവരെ സ്വീകരിച്ചില്ല, അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അദ്ദേഹം പിന്നെ പാവപ്പെട്ടവരുടെ ഇടയിലാണ് അതിപ്രവർത്തനം തുടങ്ങിയത്. അവരെ അംഗീകരിച്ചുള്ളൂ, അദ്ദേഹത്തെ അംഗീകരിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് മറ്റുള്ളവർ ഉയരണമെന്നുള്ള, അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ട് വരണമെന്നുള്ള ചിന്ത പാസ്റ്റർമാർക്കില്ല. അത് എല്ലാ ജാതികളിലുള്ളത് അങ്ങനെ തന്നെയാണ്. ഇപ്പം സുറിയാനി ക്രിസ്ത്യാനികൾ കൂടുന്ന സഭയിലാണെങ്കിൽ തന്നെ വിശ്വാസികളെല്ലാം ജാതീയ സ്പിരിറ്റ് ഇങ്ങനെ കുത്തിവെച്ചിരിക്കുക. അവരെ ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരാൾക്ക് വാർത്തെടുക്കാൻ അവർ കഴിയുന്നില്ല. കാരണം അത് ആ സ്പിരിറ്റ് ഇങ്ങനെ പോവുക. അപ്പോൾ എങ്ങനെ ഇന്ത്യയെ നമുക്ക് സുവിശേഷീകരിക്കാൻ പറ്റും? അവിടെ മറ്റുള്ള ജാതികളൊന്നും വേണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. മറ്റുള്ള ആരും രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ കൂടെ വരണ്ട. പിന്നെ ആരെങ്കിലും ഈ ഹിന്ദു സമുദായത്തിലെ ഉയർന്ന ജാതി വല്ലവരും വന്നെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ട് വന്ന സഭയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുത്തിവെക്കുന്ന ഈ ജാതീയ സ്പിരിറ്റാണ്. മറ്റുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട, ഇന്ന് അവർക്കും ആ സ്പിരിറ്റും കയറുക. എല്ലാവരെയും സ്പിരിറ്റ് ഇങ്ങനെ, ഈ ജാതീയ സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ വർഗീയ സ്പിരിറ്റ് ഇങ്ങനെ വ്യാപിച്ചിരിക്കുക. അവർക്ക് ഈ നിലവിലുള്ള വിശ്വാസികളെ, പാസ്റ്റർമാർക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാസ്റ്റർമാർക്ക് നിലവിലുള്ള വിശ്വാസികളെ വാർത്തെടുക്കണം, വളരണമെന്ന് അവർക്ക് ചിന്തയില്ല. അത് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിലും ഇല്ല, പാവപ്പെട്ട അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള സഭയിൽപ്പെട്ട ആൾക്കാർക്കും ഇല്ല. അപ്പോൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ട വലിയൊരു ദൈവഭക്തിൻ്റെ ഹൃദയമുള്ള മനുഷ്യരായിട്ടുള്ള വേലക്കാരെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. അപ്പോൾ വിശ്വാസികളെ എല്ലാ മേഖലകളും ഉയരണമെന്നുള്ള ചിന്ത ഒരു പാസ്റ്ററിനുണ്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പാസ്റ്ററിൻ്റെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് കാര്യം നടത്തി കിട്ടണം. അതിപ്പോൾ ആരുടെ കാല് പിടിച്ചാലും കുഴപ്പമില്ല, ഏത് പണക്കാരൻ സഭയിലുണ്ടോ അവർ പറയുന്ന പോലെ കേട്ട് നിന്നാലും കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ട പണം കിട്ടുക എന്നുള്ളത്, എനിക്ക് ശമ്പളം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കർത്താവിൻ്റെ വേല നന്നാകും? കർത്താവിൻ്റെ വേല എങ്ങനെ വളരും? പെന്തക്കോസ്തിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള സഭയെന്നാണ്. പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്ന വ്യക്തികളാണെന്നാണ് പെന്തക്കോസ്തുകാരനെ കുറിച്ച് അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന വേലക്കാരെന്നാണ് അതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പെന്തക്കോസ്തുകാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു വലിയ ഉണർവിന് വേണ്ടിയോ അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സഭ കൊണ്ടുപോകാനോ ഒക്കെ കഴിയുള്ളൂ. കാരണം അവർക്ക് മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ്. കാത്തലിക് സഭയും ഈ മർത്തമായും യാക്കോബയൊക്കെ അങ്ങ് വിട്ടേരെ. കാരണം അവർ അതെങ്ങനെ നിൽക്കത്തുള്ളൂ? അവർക്ക് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒന്നും സാധനമില്ല. അവർക്കിങ്ങനെ ജാതീയ സഭകളൊക്കെ പണിതുകൊണ്ട് ഇങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ. വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ കോളേജുകൾ, അവരുടെ സ്കൂളുകൾ, അവരുടെ ആശുപത്രികളൊക്കെ നല്ലതാണ്. അവർക്ക് മാത്രമേ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ഇടയത്തിലുള്ള വിശ്വാസികളെ ദൈവരായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയോടുകൂടെ ഒരു ക്രിസ്ത്യാനിയാക്കി അവരെ വാർത്തെടുത്ത് യേശുവിൻ്റെ ശിഷ്യനാക്കി വാർത്തെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഓരോ വിശ്വാസിയും വളർന്നെങ്കിൽ മാത്രമേ സഭ വളരത്തുള്ളൂ. ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാക്കിയെടുത്തെങ്കിൽ, ശിശുവിൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ദൈവരാജ്യം വളരുകയുള്ളൂ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യം വ്യാപ്തിയിലേക്ക് വരത്തുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോസ്തലന്മാർ പറഞ്ഞത്, അപ്പോസ്തലന്മാരുടെ കാലത്ത് പണമില്ലാത്തവർക്ക്, പാവപ്പെട്ട ഒരാൾക്കാർ രക്ഷിക്കപ്പെട്ട് കടന്നു വരുമ്പോൾ പണമുള്ളവർ അവരുടെ പണം കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇവരെ സന്ധിക്കാൻ, ഇവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് അപ്പോസ്തലന്മാർ ലേഖനങ്ങൾ വഴി പൗലോസിനോടും ബർന്നബാസിനോടും അവരുടെ ശുശ്രൂഷയിൽ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്, വേറെ കാര്യങ്ങളൊന്നും ഒരു നിർബന്ധമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന്. അതാണ് പറഞ്ഞത്. ഗലാത്യർ 2-10 വാക്യത്തിൽ പറയുന്നത്, ഓൺലി ദേ വുഡ് ദാറ്റ് വി ഷുഡ് റിമെമ്പർ ദ പുവർ, ദ സെയിം വിച്ച് ഐ ഓൾസോ വാസ് ഡിലിജന്റ് ടു ഡു. പാവപ്പെട്ടനെ ഓർക്കണമെന്ന് മാത്രം, പാവപ്പെട്ട വിശ്വാസികളെ ഓർക്കണമെന്ന് മാത്രമേ അപ്പോസ്തലന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പ്രിയ വിശ്വാസികളെ, പ്രിയ ദൈവമക്കളെ, ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ അവർ ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും വർഗത്തിൽപ്പെട്ടവനായിരുന്നാലും അവനെ ക്രിസ്തുവിനെ പോലെ വാർത്തെടുക്കണം, അവനെ സമൂലമായിട്ട് അവനെ പരിവർത്തനം ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്ത ദൈവദാസന്മാർക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഒരു വിശ്വാസി വളർന്നെങ്കിൽ മാത്രമേ സഭ വളരത്തുള്ളൂ.
സഭ വളർന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം വളരത്തുള്ളൂ. അതിന് പറ്റിയ വേലക്കാരാണ് നമുക്ക് ആവശ്യമുള്ളത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാർ, ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിന് കേൾക്കുകയും ചെയ്യുന്ന വേലക്കാരാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ ഒരു സഭയിൽ, ഒരു ഗ്രാമത്തിൽ സഭ പണിയപ്പെട്ടാൽ എല്ലാ ഗ്രാമത്തിലും പട്ടണത്തിലും ഉള്ള എല്ലാവരും, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും രക്ഷിക്കപ്പെട്ട് കടന്നു വന്നാൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സഭ വേണം. ഇത് നമ്മൾ എന്ത് മാതൃകയാണ് ഈ സഭ കാണിക്കുന്നത്? സുറിയാനി ക്രിസ്ത്യാനി മാത്രം കൂടുന്ന സഭയുണ്ടെങ്കിൽ എന്ത് മാതൃകയാണ് നമുക്ക് സൊസൈറ്റിക്ക്? എന്ത് ഗോസ്പലാണ് നമ്മൾ പ്രീച്ച് ചെയ്യുന്നത്? പാവപ്പെട്ടവർ മാത്രം കൂടുന്ന സഭ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി മാത്രം കൂടുന്ന സഭ, എന്താണ് അവർക്ക് മറ്റുള്ള ആൾക്കാർ കടന്നു വരണമെന്ന് അവരെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. അവർക്ക് എങ്ങനെയാണ് ഈ സുവിശേഷം മറ്റുള്ളവരെക്കുറിച്ച്, അപ്പോൾ മറ്റുള്ളവരൊന്ന് രക്ഷിക്കപ്പെട്ട് കടന്നു വരണ്ടേ അവരുടെ സഭയിലേക്ക്? അപ്പോൾ ഈ ഒരു ദൈവഹൃദയമില്ലാത്ത ഈ സഭാപണി എന്ന് പറയുന്നത്, ഈ അന്യഭാഷയും പ്രസംഗവും ഒക്കെ, ഇതെല്ലാം വെറുതെ പ്രഹസനങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ദൈവഹൃദയമുള്ള വേലക്കാർ നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുതിയ ബൈബിൾ കോളേജും സെമിനാരിയും നമുക്ക് ആവശ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാരെ വാർത്തെടുക്കാൻ കഴിയുന്ന ബൈബിൾ കോളേജ് സെമിനാരിയാണ് ആവശ്യം. പ്രാർത്ഥനാവീരന്മാരായിട്ട് ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കുന്ന വേലക്കാർ. ഇന്ന് ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾ, ഏകദേശം 150 കോടി ജനങ്ങൾ ആകാൻ പോവുകയാണ്. ഈ 140 കോടി ജനങ്ങളെ എങ്ങനെ കർത്താവിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ചിന്ത ഉള്ള ദൈവദാസന്മാരാണ് നമുക്ക് ആവശ്യം. അത് ജാതിയെന്നോ വർഗത്തിലെന്നോ ഉയർന്നുവെന്നോ താണോന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. പൗലോസ്ലീഹായ്ക്ക് ആ ഹൃദയം ഉണ്ടായിരുന്നു. അദ്ദേഹം കോരിന്ഥ ലേഖനത്തിലും റോമാലേഖനത്തിനൊക്കെ പറയുന്നത്, ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ, ബർബരന്മാരോടും ദാസനോടും സ്വതന്ത്രനോടും എല്ലാം, അടിമയോടും ഉടമയോടും എല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു സുവിശേഷം അറിയിക്കാൻ. പൗലോസ്ലീഹായ്ക്ക് എല്ലാ ജാതി മതസ്ഥരെ ഉൾക്കൊള്ളണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു, പാവപ്പെട്ടവനെ ഉൾക്കൊള്ളുന്ന ചിന്തയുണ്ടായിരുന്നു, അപ്പോസ്തലന്മാർക്കതുണ്ടായിരുന്നു. നമ്മുടെ സഭയ്ക്ക് ഇന്ന് പറ്റിയ കുഴപ്പം ജാതീയ സഭകൾ പണിയുക. അതുകൊണ്ട് നമ്മുടെ വിശ്വാസികളൊക്കെ എവിടെ ചെന്നാലും അവർക്ക് ആ ഒറ്റ ചിന്തയേ ഉള്ളൂ, എങ്ങനെ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഒരു സഭ ഉണ്ടാക്കാം. അവർക്ക് ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ യാതൊരു ചിന്തയില്ല. എങ്ങനെ എൻ്റെ ജാതിയുടെ സഭ ഉണ്ടാക്കാൻ പറ്റും? ദൈവത്തിൽ നിന്ന് കേൾക്കുകയോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയോ ചെയ്യുന്ന വേലക്കാർ നമുക്കില്ല എന്നുള്ളതാണ്. എല്ലാം എംപ്ലോയീസാണ്. സഭ വിശ്വാസികൾ അപ്പോയിൻ്റ് ചെയ്യും, വിശ്വാസികൾ പറയുന്നത് കേട്ടും കുറച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രസംഗങ്ങൾ പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ വിശ്വാസിയും അവർ ഉയരണം, അവർ വളരണം. എങ്ങനെയാ? ക്രിസ്തുവിൻ്റെ തലയോളം വളരണം. ആത്മീയം, ഭൗതികവും മാനസികവും സാംസ്കാരികപരമായ വളർച്ച അവർക്കുണ്ടാകണം. ആത്മീയ വളർച്ച ഒന്നാമത് ക്രിസ്തുവിൻ്റെ തലയോളം അവർ വളരണം. 2, അവർക്കുണ്ടാകേണ്ടത് അവർക്കൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാകണം. നമ്മളവരെ ബിസിനസ്സുകാരാക്കി അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്രചോദനം സഭയിൽ നിന്ന് കൊടുക്കണം. അവർ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരായി തീരാനുള്ള പ്രയോജനം കൊടുക്കണം. അവർ വളരട്ടെ, അവർ സഭ അവർ രാജ്യത്തെ ഭരിക്കട്ടെ, അവർ MLA മാരും MP മാരുമായി തീരട്ടെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ വിശ്വാസികളെ കൊണ്ട് സാധ്യമല്ല. എല്ലാം ഈ പാസ്റ്റർമാർ ജനത്തെ കറപ്റ്റഡാക്കി മാറ്റിയിരിക്കുക. അവർക്ക് നല്ല ക്രിസ്തീയ ജീവിതം എന്താണെന്ന് അറിയത്തില്ല. ജോസഫ് പ്രധാനമന്ത്രിയായെങ്കിൽ ജോസഫിൻ്റെ ജീവിതം അൺകറപ്റ്റഡ് ആയിരുന്നു. ഇങ്ങനെയുള്ള വിശ്വാസികൾ വേണം MLA MP ആകാൻ. അല്ലാതെ തോന്നിയ പോലെ ജീവിച്ചിട്ട് MLA MP ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ MLA മാർ MP പോലെ രാഷ്ട്രീയക്കാരെ പോലെ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ മനസ്സുള്ള വേലക്കാർ, ദൈവത്തിൻ്റെ മനസ്സുള്ള ജനങ്ങളെ വാർത്തെടുത്തിട്ട് അവരോട് പറയണം, നിങ്ങൾ MLA മാരായ MP മായിട്ടും വർക്ക് ചെയ്യണം, നിങ്ങൾ പ്രവർത്തിക്കണം. പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നത്, ജോസഫ് പ്രധാനമന്ത്രിയായത് ഫറവോൻ പോലും പറയുന്ന പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ പോലെ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ആർക്ക് കണ്ടെത്താൻ കഴിയും? ഇന്ന് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പള്ളിയിൽ നിന്നും ചാടുകയും തുള്ളുകയും അന്യഭാഷ ചെയ്യുന്ന മാത്രമാണ്. ഒരു ഭരിക്കാനുള്ള പരിശുദ്ധാത്മാവ് അവർക്കില്ല. MLA ആയി MP ആയി വർക്ക് ചെയ്യാനുള്ള പരിശുദ്ധാത്മാവ് അവർക്കില്ല. കാരണം അതിലുള്ള പഠിപ്പിക്കുന്ന സഭയിലില്ല. ഞാൻ പറഞ്ഞില്ല, പാസ്റ്റർമാർ മുഴുവൻ എംപ്ലോയീസാണ്. അവർക്ക് കാര്യം നടത്തി കിട്ടിയാൽ മതി. പിന്നെ എവിടെന്നെങ്കിലും കുറച്ചൊരു പ്രസംഗം ഉണ്ടാക്കി പ്രസംഗിക്കുന്നല്ലാതെ ഇവർക്ക് ഈ ജനങ്ങൾ നന്നാകണമെന്നുള്ള ഒരു താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ ഇവരുടെ ചൊൽപ്പടി ഇവർക്കൊരു വേദി കിട്ടുന്ന രീതിയിൽ ഇവരെ എല്ലാം ഒന്ന് ഇളക്കുക. ഒരു പാട്ട് പാടി 2 അന്യഭാഷയും പറഞ്ഞു. ഇവർ കുടുംബജീവിതത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിലേ കുടുംബജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിലേ MLA ആയി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജോസഫിനെ പോലെ, ദാവീദിനെ പോലെ
പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ദാനിയേലിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള MLAയും MP നമുക്ക് വേണം. അവർക്ക് മാത്രമേ നീതിന്യായം നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെല്ലാം കറപ്റ്ററായി പോകും. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് പള്ളി വരുമ്പോൾ അന്യഭാഷ പറയാനും ചാടാനും തുള്ളാനും പ്രസംഗിക്കാനും മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനുള്ളതായ ഒരു പവറാണ് പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തു പറഞ്ഞത്, "You shall receive power when the Holy Spirit is come upon you." പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവമക്കളെ നല്ലൊരു ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓഫീസിൽ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കും. കറപ്ഷൻ ഇല്ലാത്ത ജോലി ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറം നമുക്ക് ആവശ്യമുണ്ട്. ഒരു നല്ല ഭർത്താവായി പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമുണ്ട്. നല്ല ഭാര്യയായി പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമുണ്ട്. കോളേജിൽ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള മുമ്പിൽ ഒരു വിശ്വസ്തനായ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായി തിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. പെന്തക്കോസ്തുകാർക്ക് ഒരു MLA ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. ജോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, ചന്ദ്രകമേശക് അഭ്യന്തരഗോപനെ പോലെ, ദാവീദിനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന MLAമാരെ MP മാരെ നമുക്ക് വേണം. മന്ത്രിമാരെ വേണം, മുഖ്യമന്ത്രിമാർ വേണം, പ്രധാനമന്ത്രിയും യഥാർത്ഥ ക്രിസ്ത്യാനികളാകട്ടെ. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഓരോ വിശ്വാസികളും ബിസിനസ്സുകാരായി മാറട്ടെ. ഓരോ വിശ്വാസികളും നല്ലപോലെ പഠിക്കട്ടെ. IAS ഓഫീസർമാരും IPS ഓഫീസർമാരും ആകട്ടെ, കളക്ടേഴ്സ് ആകട്ടെ, അവർ ഭരിക്കട്ടെ. എങ്കിൽ മാത്രമേ നമ്മുടെ സഭ വളരുകയുള്ളൂ. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് ചാടാനും തുള്ളാനും ഇങ്ങനൊരു ഒരു കുരങ്ങനെ പോലെ ഇട്ട് ഈ പള്ളിയിലിട്ട് ഇവരെ ഇട്ട് മേയിക്കുക പാസ്റ്റർമാർ. ഇവർ ഉയരണമെന്നോ, ഇവർ വളരണമെന്നോ, ഇവരുടെ ബിസിനസ് വളരണമെന്നോ, ഇവർക്ക് നല്ല ജോലി ലഭിക്കണമെന്നോ, ഇവർക്ക് നല്ലൊരു വിവാഹ ജീവിതം വേണമെന്നോ, ഇവരെല്ലാ മേഖലയിലും വർദ്ധിച്ചു വരണമെന്നോ ഒരു പാസ്റ്ററും ചിന്തിക്കുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസികൾ എവിടെ പോയാലും അവർക്ക് വർഗീയമായ ചിന്തകളും സെക്യുലർ ചിന്താഗതിയും നാരോ മൈൻഡഡ് മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ പറയുന്ന പാസ്റ്റർമാരോട് എനിക്ക് ദയവ് ഇത് പറയാനുള്ളത്, നിങ്ങൾക്കൊന്നും ലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, നിങ്ങൾക്കൊന്നും നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ചിന്തയില്ല, നിങ്ങൾക്കൊന്നും ഈ ഇരിക്കുന്ന വിശ്വാസികളെ വളരണമെന്നോ അവർ ആത്മീയമായിട്ട് വളർന്നു വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, എവിടുന്നായി സഭയ്ക്ക് പണം ലഭിക്കുന്നത്? എവിടുന്നാണ് പണം ലഭിക്കുന്നത്? ഈ ദശാംശവും വഴിപാടും എല്ലാം എവിടുന്നാണ് വരുന്നത്? എവിടെയെങ്കിലും വിശ്വാസികൾ പോയി ഗൾഫിലോ ഏതെങ്കിലും ഹിന്ദുവിൻ്റെ ബിസിനസ്സിലോ മുസ്ലിമിൻ്റെ ബിസിനസ്സിലോ അക്രൈസ്തവൻ്റെ ബിസിനസ്സിലോ വർക്ക് ചെയ്തിട്ടല്ലേ ഈ പണം കൊണ്ടുവരുന്നത്? അപ്പോൾ ദശാംശവും വഴിപാടും ഈ പണം വരുന്ന ഹിന്ദുക്കളുടെ ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ബിസിനസ്സിൽ നിന്നും അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസികളെ ബിസിനസ്സുകാരായി മാറണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസികൾ ഓരോരുത്തരും നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാറണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല? അവർ സമൂലമായി വളരണമെന്ന് ചിന്തിക്കുന്നില്ല? ഉയർന്നവനും താണവനും, പണക്കാരനും പാവപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് നന്നായിട്ട് വളർന്നു വരണമെന്ന് നിങ്ങളതുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ടാണുള്ള പ്രസംഗം കൊടുക്കുന്നില്ല? അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? അവർ വളരട്ടെ, അവർ ബിസിനസ്സുകാരായി മാറട്ടെ, അവർ പൊളിറ്റീഷ്യൻസായി മാറട്ടെ. എങ്ങനെ? ജോസഫിനെ പോലെയുള്ള, ദാവീദിനെ പോലെയുള്ള, ദാനിയേലിനെ പോലുള്ള പൊളിറ്റീഷ്യൻസ്മാർ നമുക്ക് വേണം. അല്ലാതെ കള്ളത്തരവും കാപട്യവും ചെയ്യുന്നതല്ല, ഫേവറിറ്റിസവും കമ്മ്യൂണലിസവും ചെയ്യുന്നവരല്ല, റേഷ്യലിസം ചെയ്യുന്നവരല്ല, അനീതി ചെയ്യുന്നവരല്ല, കൈക്കൂലി വാങ്ങിക്കുന്നവരല്ല. സത്യസന്ധമായി നിൽക്കുന്നവരെ സഭയിൽ വാർത്തെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവർക്കങ്ങനെ ചെയ്യുവാൻ കഴിയുള്ളൂ. അവർ ആ പൊസിഷനിൽ വരുമ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ വാർത്തെടുക്കുന്നില്ല. സഭയിൽ യേശുവിനെ നല്ല ശിഷ്യന്മാരാക്കി വാർത്തെടുക്കുന്നില്ല. സഭയിൽ കൊട്ടുകയും പാടുകയും ചെയ്യുന്നതല്ലാതെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ആത്മീയമായി ജീവിക്കണം എന്നുള്ള പ്രചോദനം നമ്മളെ കൊടുക്കുന്നില്ല. അതിന് നമ്മളവരെ വാർത്തെടുക്കുന്നില്ല. ഇന്ന് പിന്നെ നിങ്ങളിങ്ങനെ വർഗീയ സഭകളും പാവപ്പെട്ടവരെല്ലാം കൂടി ആരാധിക്കട്ടെ. ഉയർന്ന ജാതിയാണെന്ന് പറഞ്ഞ് സിറിയൻസ് കൂടി ആരാധിക്കട്ടെ. നിങ്ങളൊന്നും വേറെ ആരെയും കരുതരുത്, ആരെയും പ്രൊമോട്ട് ചെയ്യരുത്, ആരെയും ഉയർത്തരുത്. കർത്താവ് വരുമ്പോൾ ആരൊക്കെ പോകുന്നുള്ളത് നമുക്ക് അന്ന് കാണാം. കർത്താവിൻ്റെ ആഗ്രഹം ദൈവരാജ്യം ലോകത്തിൽ പണിയണമെന്നുള്ളതാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചത് സകല മനുഷ്യർക്കും വേണ്ടി, യേശുവിൻ്റെ രക്തം ചിന്തിയത് സകല മനുഷ്യർക്കും വേണ്ടി.
സുവിശേഷം മുഴു ലോകത്തിനും വേണ്ടി. ദൈവം സകലനെ സൃഷ്ടിച്ചവൻ. യേശുക്രിസ്തു സകലരുടെയും സൃഷ്ടിതാവ്. പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഓരോരുത്തരുടെയും വില. ഇന്ന് സഭ നോക്കുമ്പോൾ പണക്കാരൻ്റെ ആത്മാവിന് വിലയും പാവപ്പെട്ടവൻ്റെ ആത്മാവിന് വിലയുമില്ല. ദൈവമക്കളെ, പാസ്റ്റർമാർക്ക് വലിയൊരു ഹൃദയത്തിൻ്റെ ഉടമയായിത്തീരണം. നമുക്ക് സമ്പത്ത് വേണം. സഭയ്ക്ക് സമ്പത്തുണ്ടാകണമെങ്കിൽ വിശ്വാസികൾ സമ്പന്നരായി മാറണം. എങ്ങനെയുള്ള സമ്പന്നരായി മാറണം? ക്രിസ്തുവിൻ്റെ മനസ്സുള്ള സമ്പന്നരായി മാറണം. ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള സമ്പന്നരായി മാറണം. വെറുതെ കള്ളക്കച്ചടവും കൈക്കൂലിയും അഴിമതിയും സ്വജനപക്ഷപാതവും ജാതി വ്യത്യാസവും വെച്ചുകൊണ്ടുള്ള പണക്കാരായിട്ട് കാര്യമില്ല. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ജോസഫിനെ പോലെയുള്ള, ദാവീദിനെ പോലുള്ള, ദാനിയേലിനെ പോലുള്ള വലിയ പൊസിഷനിലേക്ക് വരുന്ന വ്യക്തികളെ നമുക്ക് സഭയിൽ നിന്ന് വാർത്തെടുക്കണം. വലിയ ബിസിനസ്സുകാരെ സഭയിൽ നിന്ന് വാർത്തെടുക്കണം. നല്ല വിദ്യാഭ്യാസമുള്ളവരെ സഭയിൽ നിന്ന് വാർത്തെടുക്കണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കണം നമുക്ക്. പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. കൊലോസ്യർ 1:28 whom we preach, warning every man and teaching every man on all wisdom, that we may present every man perfect in Christ Jesus. ഇതില്ലാതെ ഈ ബൈബിൾ കോളേജും, അതുകൊണ്ടാണ് നാം പറയുന്നത് പുതിയ ബൈബിൾ കോളേജ് സെമിനാരി ആവശ്യമുണ്ട്. പുതിയ വേലക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. പുതിയ സഭയും നമുക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ സഭ കൊണ്ടൊന്നും സാധിക്കത്തില്ല. ഇതെല്ലാം ഇങ്ങനെ കൊട്ടിയും പാടിയും കർത്താവിൻ്റെ വരവരെയും ഇരിക്കാമെന്നല്ലാതെ എത്ര പേരായിരുന്നു പോകുന്നു അന്ന് കണ്ടറിയാം. ജീവിതത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കള്ളക്കച്ചവടം ചെയ്യുന്നവർ, കള്ളുഷാപ്പ് നടത്തുന്നവർ, മറ്റുള്ളവനെ ഇടിച്ചു താഴ്ത്തുന്നവർ, മറ്റുള്ള ഉയർച്ചയിൽ സന്തോഷിക്കാൻ ആഗ്രഹമില്ലാത്തവർ, അസൂയുള്ളവർ, ജാതീയ വ്യത്യാസമുള്ളവർ, ദ്രവ്യാഗ്രഹികൾ, ഇടുങ്ങിയ മനസ്സുള്ളവരായി ഈ വിശ്വാസികളെല്ലാം വാർത്തെടുക്കുന്നതിൽ ഈ പാസ്റ്റർമാർക്ക് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത് മാറിയേ പറ്റൂ. ഇന്ത്യയെ സുവിശേഷീകരിക്കണമെങ്കിൽ ഇത് മാറിയേ പറ്റൂ. യഥാർത്ഥ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാർ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ സഭയുണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെ സഭയിലുള്ള ഓരോ വിശ്വാസികളും അവർ വളരണം, അവർ പണക്കാരായി മാറണം, അവർ വിദ്യാഭ്യാസമുള്ളവരായി മാറണം. എങ്കിൽ മാത്രമേ സഭ വളരുകയുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവരാജ്യം വളരുകയുള്ളൂ. ഈ പണം എവിടുന്നാണ് ലഭിക്കുന്നത്? ഇന്ന് ലഭിക്കുന്ന പണമെല്ലാം വല്ലവരുടെയും പണം, ജാതീയ ബിസിനസ്സുകാരുടെ പണത്തിൽ നിന്നാണ് ദശാംശം വഴിപാട് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസികളെ ബിസിനസ്സുകാരാക്കി മാറ്റുവാൻ, അതിനുള്ള പ്രചോദനം കൊടുക്കുവാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അവരെ വളർത്തിയെടുക്കുവാൻ, അവർ വലിയ സ്ഥാനങ്ങളിലേക്ക് വരുവാൻ, MLA-മാരും MP-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഗവർണർമാരുമായി തീരുവാൻ, പ്രധാനമന്ത്രിയായി തീരുവാൻ കഴിയണം. അങ്ങനെയുള്ള സഭകളെ നമ്മൾ വാർത്തെടുക്കണം. അതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദർശനം. ഇന്നത്തെ സഭകൾ കൊണ്ട്, ഇന്നത്തെ വേലക്കാരെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് പുതിയ വേലക്കാരെ തന്നെ വേണം. അതാണ് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ദർശനം. പുതിയ വേലക്കാരെ വാർത്തെടുക്കുക. അതിനുള്ള ബൈബിൾ കോളേജ് സെമിനാരി, അടിമുടി വ്യത്യാസം വരുന്ന വേലക്കാരെ, അങ്ങനെയുള്ള വേലക്കാരെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിനെ സഹായിക്കട്ടെ. അതുകൊണ്ട് ആ പാസ്റ്റർ പ്രസംഗിച്ച ഞാൻ കണ്ണനെ എതിർക്കുന്നു. ഇങ്ങനെയുള്ള പാസ്റ്റർമാരുടെ പ്രസംഗം നമ്മൾ നിർത്തേണ്ടതായിട്ടുണ്ട്. ഇവർക്കൊന്നും ലോകത്തെക്കുറിച്ചോ ദൈവനത്തെക്കുറിച്ച് യാതൊരു ഭാരമില്ലാത്തവരാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് യാതൊരു ഭാരമില്ലാത്തവരാണ്. ദൈവത്തിൻ്റെ മക്കൾ ഉയരണമെന്നും, അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ 400 സംവത്സരം അടിമകളായിരുന്നെങ്കിലും പിന്നീടുണ്ടല്ലോ അവർ തീരുമാനിച്ചു ഇനി അടിമത്ത പരിപാടിയില്ല. അതുകൊണ്ടുള്ള ഇസ്രായേൽ ഏറ്റവും ലോകത്തിലെ സമ്പന്ന രാജ്യമായി തീരാൻ കാരണം എന്താ? ഇസ്രായേൽ മക്കൾ ആരുടെ അടിമകളായി പോകത്തില്ല. ഇനി ഒരിക്കൽ അവർ അടിമകളായിരുന്നു എങ്കിൽ തന്നെയും അവർ തീരുമാനിച്ചു സത്യമായ ഒരു ഏകദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഈ ഏകദൈവത്തിൽ നിന്ന് ഞങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോവുക. അതുകൊണ്ട് മിക്കവാറും ഇസ്രായേൽ മക്കൾ ആരുടെ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവർ അന്നെങ്കിൽ ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, സയൻറ്റിസ്റ്റ് ആയിരിക്കും, ഡോക്ടർമാരായിരിക്കും. അവർ മിക്കവാറും ബിസിനസ്സുകാരാണ് ഇസ്രായേൽ മക്കൾ. അവരുടെ കീഴിൽ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യുന്നൊരു ഇസ്രായേലിനെ ഞാൻ കണ്ടിട്ടില്ല. വളരെ റെയറായിട്ടേ ഉള്ളൂ. കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന്. നമുക്കങ്ങനെ ഉയരണം ദൈവമക്കളെ. നമ്മൾ വലിയവരായി തീരണം. അതിനുള്ള ആഹ്വാനം വേണം ഓരോ സഭയിലും ദൈവദാസന്മാർ കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ മാതൃകപരമായ ജീവിതം നയിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ തലയോളം വളർച്ചയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി അതിനുള്ള പഠിപ്പിക്കൽ കൊടുക്കണം. ഡിസൈപ്പിൾഷിപ്പ് പ്രീച്ചിങ് കൊടുക്കണം. ഡിസൈപ്പിൾഷിപ്പ് ടീച്ചിങ് കൊടുക്കണം സഭയിൽ. വെറുതെ വിഷി പ്രീച്ചിങ് കൊണ്ട് സാധ്യമല്ല. എൻ്റെ കാര്യം നടന്നാൽ മതി, എൻ്റെ മക്കളുടെ കാര്യം നടന്നാൽ മതി, വിശ്വാസികൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്ന ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും
ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തിവെച്ചാൽ പാസ്റ്റർമാർക്ക് നന്ന്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മഭാരത്തോടു കൂടി ഞാൻ സംസാരിച്ചത്, സഭയെല്ലാം വളരണം, വിശ്വാസികൾ വളരണം, അവർ ബിസിനസ്സുകാരായി മാറണം, അവർ വലിയവരായി തീരണം, അവരുടെ പണം, അവരുടെ ദശാംശങ്ങളും വഴിപാടുകളും സമേതദാനങ്ങളും സഭയിലേക്ക് വരട്ടെ. അങ്ങനെ സഭ വളരട്ടെ, സഭകൾ എക്സ്പാൻഡ് ചെയ്യട്ടെ, അനേകർ കർത്താവിലേക്ക് കടന്നു വരട്ടെ. ജാതിമത വർണ്ണ വർഗ വ്യത്യാസമെന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭകൾ ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പണിയപ്പെടട്ടെ. അതിനെ നടത്തുവാൻ പറ്റുന്ന ദൈവത്തിൻ്റെ ഹൃദയമുള്ള വേലക്കാരുണ്ടാകട്ടെ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വേലക്കാരുണ്ടാകട്ടെ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള വേലക്കാരുണ്ടാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.